guys, welcome back to my channel. It's me, your Lebens vlog. സ്വീറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ നമ്മൾ നോർത്ത് ഇന്ത്യൻസ് എന്ന് വെച്ചാൽ നമ്മൾ കേരളക്കരയിൽ മധുരം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ നാട്ടിൽ ഡയബറ്റീസിൻ്റെ ചാർട്ട് എടുത്താൽ മതിയല്ലേ. അതൊന്നുമല്ല, ജനറ്റിക്കലി അല്ലെങ്കിൽ ഹെറിഡിറ്ററി പരമ്പരാഗതമായി ഡയബറ്റീസ് ഉണ്ട് എത്രയോ പേഷ്യൻസ് ഉണ്ട്. അതൊന്നുമല്ല നമ്മളെ വിഷയം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡയബറ്റീസ് ഉള്ളവർക്ക് സ്വയം റിസ്ക്കിലും അല്ലാത്തവർക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലഡുവിൻ്റെ റെസിപ്പി ആയിട്ട്. ലഡു നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്ന കടലമാവ് കൊണ്ട് എങ്ങനെയെന്നല്ലേ. 1 കപ്പ് ഷുഗറും കുറച്ച് വെള്ളവും ചേർത്ത് തിളപ്പിക്കാൻ വെക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വെക്കാം. അത് അവിടുന്ന് ആവുന്ന സമയം കൊണ്ട് നമുക്ക് 1.5 കപ്പ് കടലമാവ്, പിന്നെ ഒരു പിഞ്ച് ഉപ്പും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കളർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കട്ടിയിൽ എന്ത് ചെയ്യാം, തരിയോ ബോൾസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് കലക്കിയെടുക്കാം. ഇത് നമ്മൾ ബാറ്റർ റെഡി. ഇനി ഇത് ബൂന്തി ഉണ്ടാക്കാൻ ഞാൻ ഇതേപോലത്തെ ഒരു അരിപ്പ പാത്രം അരിപ്പൻ്റെ കയ്യിൽ യൂസ് ആക്കിയിട്ടുണ്ട്. ഇതേപോലത്തെ സ്റ്റീലിൻ്റെ അരിപ്പ വെച്ചാണ് നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായാൽ അതിലേക്ക് ഈ അരിപ്പ യൂസ് ആക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഇതിൽ മാത്രം പാടില്ല, നിങ്ങൾ ചുറ്റിച്ച് കൊടുക്കണം. ആ അരിപ്പ പാത്രം എല്ലായിടത്തും ആയിട്ട് രീതിയിൽ ചുറ്റിച്ചെടുക്കാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് വറുത്തേച്ച് നമുക്കിത് കോരി വെക്കാവുന്നതാണ്. ഓവർ കുക്കാവാൻ പാടില്ല. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കുക. അതേപോലത്തെ നല്ല ക്രിസ്പിനെസ് വേണ്ട. ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ മതി. ഷുഗർ സിറപ്പ് നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഒരു നൂൽ പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയും 4 ഏലക്കയും ഒരുമിച്ച് ഞാൻ പൊടിച്ചതാണ്. അപ്പോൾ ഏലക്ക പൊടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഗീ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ടീസ്പൂൺ ഗീ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് വിനീഗറോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ഒഴിച്ച് മാറ്റി വെക്കാം. നമ്മളെ ബൂന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ജ്യൂസിലിട്ടിട്ട് ഫൈൻ പൗഡേഴ്സ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഏകദേശം ഈ ഒരു സൈസിലായിരിക്കണം നമ്മൾ ബൂന്തി ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് അറിയാനും പാടില്ല, പക്ഷെ തീരെ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയൊരു ഷുഗർ സിറപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നിങ്ങൾക്കൊരു 1/2 അവർ വെക്കാം. ഇതൊരു ഡ്രൈ ആയി വരും, അപ്പാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഷുഗർ സിറപ്പിൻ്റെ ക്വാണ്ടിറ്റി കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇനി ഇതിപ്പം ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യുക, ബോൾസ് ആക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യും, അതൊന്നും കുഴപ്പമില്ല, പക്ഷെ നന്നായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇതേപോലെ കുറച്ചെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിലെടുത്ത് ബോൾസ് ആക്കി വെച്ചാൽ ലഡു റെഡി. കണ്ടില്ലേ, അടിപൊളി. ഇതിപ്പം ഈ ഒരു ക്വാണ്ടിറ്റി 1.5 കപ്പ് കടലമാവ് ഞാൻ 15 ലഡു ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.